വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ റോസ് ജാസ്റ്റ് യൂണിക് പെറ്റൽസ്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പേപ്പർ കൊണ്ട് നല്ല അടിപൊളി റോസാപ്പൂക്കൾ വെച്ചുള്ള ഒരു ബൊക്കറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അതിനാവശ്യമുള്ള സാധനങ്ങൾ നമുക്ക് നോക്കാം. A4 ഷീറ്റ്, പല കളർ എടുക്കാം. നമ്മളൊരു ഇഷ്ടമുള്ള ഇത് കഴിഞ്ഞാൽ അവിടെ റോസ്, പിങ്ക്, റോസ്, യെല്ലോ, റെഡ്, അങ്ങനെ 3-5 കളർ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് ഒരെണ്ണം ഉണ്ടാക്കി കാണിക്കാനാണ് ഇവിടെ പോകുന്നത്. അപ്പോൾ അതിനാവശ്യമുള്ള സാധനങ്ങൾ നമ്മൾ A4 ഷീറ്റ്, അതിൽ നമ്മൾ 8 സെൻറ്റിമീറ്റർ വെച്ചിട്ടാണ് നമ്മൾ ഈ ഫ്ലവർ ഇപ്പോൾ കാണിക്കേണ്ടത്. അത് നിങ്ങൾക്ക് 12 10 നമ്മുടെ അതിന് മെഷർമെൻറ്റ് അനുസരിച്ച് ഫ്ലവറിന് വലുപ്പത്തിൽ വ്യത്യാസം വരും. അപ്പോൾ അത് അവരവർക്ക് ഇഷ്ടത്തിനനുസരിച്ച് നോക്കിയെടുക്കുക. എന്നിട്ട് ഒരു സർക്കിൾ വെട്ടിയെടുക്കാൻ വേണ്ടി ഞാൻ കപ്പ് വെച്ച് കളഞ്ഞാൽ കപ്പ ഏതെങ്കിലും പാത്രത്തിൻ്റെ മൂടി അടപ്പ് എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് നമുക്ക് അതിൻ്റെ ഒരു റൗണ്ട് ഷേപ്പ് വെട്ടിയെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഞാൻ ഇവിടെ അങ്ങനെ ആ പേപ്പറിനെ സ്ക്വയർ പേപ്പർ ആയിരിക്കണം കേട്ടോ, നമ്മൾ സർക്കിളായിട്ട് അത് കട്ട് ചെയ്തെടുക്കുകയാണ്. അതിന് ശേഷം നമ്മൾ അതിൻ്റെ ഒരു ഭാഗത്ത് ഒരു 1/2 ഇഞ്ചൊക്കെ കഷ്ടി ഒരു ഇതിൽ കട്ട് ചെയ്യുക. അതിന് ശേഷം ആ കട്ട് ചെയ്തതിൻ്റെ സൈഡിൽ കൂടെ നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ ഫുള്ളായിട്ട് റൗണ്ടാക്കി നമ്മൾ ഈ പേപ്പറും കട്ട് ചെയ്ത് അറ്റം വരെ എത്തണം, നടുവിൽ വരെ എത്തണം. വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്യാട്ടാ, അതിൻ്റെ സെൻറ്റർ വരെ. അപ്പോൾ നമ്മളത് കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ അറ്റ ഭാഗത്ത് ചെറുതായി കൂടുതലുണ്ടാവും, അപ്പോൾ നമ്മളതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക, ചെറുതായി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. വേണ്ട അപ്പോൾ ഇതേപോലൊരു സർക്കിൾ പോലെ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അറ്റഭാഗം നമ്മളൊരു തരി ഗ്ലൂ തേച്ചിട്ട് നമ്മളൊന്നിങ്ങനെ ചുറ്റി എടുക്കുകയാണ്. 2 വിരലുകളുടെ ഇടയിൽ വെച്ചിട്ട് പതുക്കെ ചുറ്റി അത് അറ്റം വരെ സെൻറ്റർ എത്തണം വരെ നമ്മളിതിങ്ങനെ ചുറ്റി എടുക്കുകയാണ്. എവിടെയെങ്കിലും വിട്ടു പോകണമെന്ന് തോന്നി കഴിഞ്ഞാൽ കുറച്ചൊന്ന് ഗ്ലൂ ഒന്ന് അവിടെ തേച്ച് കൊടുത്താൽ ഒന്ന് സേഫായി ഇരുന്നോളും. അതിന് ശേഷം നമ്മൾ സെൻറ്ററിൽ ഇത്തിരി ഗ്ലൂ അപ്ലൈ ചെയ്ത് നമ്മൾ ആ പേപ്പർ നമ്മൾ ഇതിൻ്റെ ഈ ചുറ്റിയെടുത്ത പേപ്പറിൻ്റെ അടിയിലേക്ക് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. കുറച്ച് നേരം ഒന്ന് ഹോൾഡ് ചെയ്യുക, ഒന്ന് ഒട്ടാൻ വേണ്ടിയുള്ള കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക കേട്ടോ, ഒന്ന് അമർത്തി വെച്ച് കൊടുക്കുക. അങ്ങനെ നമ്മൾ സ്റ്റിക്ക് ആയിട്ടുണ്ട്, നന്നായി ഒന്ന് അമർത്തി വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ പല കളറുള്ള ഫ്ലവേഴ്സ് നമ്മൾ ഈ ബൊക്കയ്ക്ക് വേണ്ടി നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിതിന് ഒരു തണ്ട് പിടിപ്പിക്കണമല്ലോ, അതിന് നമ്മൾക്ക് ഒരു കമ്പിയാണ് ഫ്ലവർ മേക്കിന് ഉപയോഗിക്കുന്ന കമ്പി എടുത്തു. അതിൻ്റെ അറ്റഭാഗം ഒന്ന് വളച്ച് കൊടുക്കുക, എന്നിട്ട് അതിൽ ഇത്തിരി ഗ്ലൂ തേക്കുക. നമ്മൾ അതിന് മുന്നേ ഒരു കാര്യം വിട്ടുപോയി വീഡിയോയിൽ കാണിക്കാൻ. ഈ ഫ്ലവറിൻ്റെ ബാക്കിലായിട്ട് നമുക്ക് വല്ല ഈർക്കിളി അല്ലെങ്കിൽ എന്തെങ്കിലും ടൂത്ത് പിക്ക് പോലത്തെ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് ഹോളാക്കി കൊടുക്കണം. അതിന് വീഡിയോയിൽ കാണിക്കാൻ വിട്ടുപോയി. അപ്പോൾ എന്നിട്ട് വേണം ഈ കമ്പി നമ്മൾ അതിലേക്ക് ഒന്ന് കടത്തി കൊടുക്കുക. പിന്നെ അത് ഗമ്മ് വെച്ച് അവിടെ സ്റ്റിക്കായിട്ടിരിക്കും കേട്ടോ. പിന്നെ ഈ ഫ്ലവർ ബൊക്കറ്റിന് ആവശ്യം ഒരു പേപ്പർ വേണമല്ലോ, ആ പേപ്പറാണ് നമുക്കിവിടെ സെറ്റ് ചെയ്യാൻ പോകുന്നത്. നല്ല കളർഫുള്ളായിട്ടുള്ള പേപ്പേഴ്സൊക്കെ ഇതിന് ഷോപ്പിൽ അവൈലബിൾ ആണ്. നമുക്ക് ടൈം കിട്ടിയില്ല, നമുക്ക് റോസുവിനൊരു ക്ലാസ്സിന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഉണ്ടാക്കണത്. അപ്പോൾ നമുക്കത് വാങ്ങിക്കാനുള്ള ടൈം കിട്ടിയില്ല. അപ്പോൾ നമ്മളൊരു ചാർട്ട് പേപ്പർ എടുത്തിട്ട് നടുമടക്കി വീഡിയോയിൽ കാണുന്ന പോലെ ഒരു ഹാർട്ടിൻ്റെ വരച്ച് കഴിഞ്ഞാൽ ശരിക്കും ഹാർട്ട് പോലെ വരും. ഇനി അതിൻ്റെ അറ്റ ഭാഗത്ത് നമ്മൾ 6 രീതിയിൽ 2 സൈഡിൽ നിന്നും മടക്കാണ്. കുറച്ച് ക്ഷമയോട് കൂടി മടക്കാതെ, ചാർട്ട് പേപ്പർ ആയ കാരണം കുറച്ച് കട്ടി ഉണ്ടാവില്ല. അപ്പോൾ നമ്മളൊന്ന് ലെവലാക്കി ഓരോ മടക്കും നമ്മൾ ക്ലിയർ ആക്കി എടുത്തിട്ട് വേണം ആക്കാൻ. ഇപ്പോൾ നമുക്കൊരു ഹാർട്ട് ഷേപ്പിൽ അറ്റ ഭാഗത്ത് ഇതേപോലെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ഫ്ലവർ ഒന്ന് അറേഞ്ച് ചെയ്ത് നോക്കണം. ഇനി ഫ്ലവറിന് നമ്മൾ ഓരോ കമ്പിയും തമ്മിൽ ജോയിൻറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ട്, ഒരു ബഞ്ച് പോലെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അതുമ്പോൾ നമ്മൾ ഗ്രീൻ ടാപ്പ് നമ്മൾ കവർ ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ ഗ്രീൻ ടാപ്പ് വെച്ചിട്ട് ഫുള്ള് കവർ ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഇവിടെ ക്രേപ്പ് പേപ്പർ വെച്ചിട്ടാണ് ഫുള്ള് കവർ ചെയ്തെടുത്തിട്ടുള്ളത്. അങ്ങനെ എല്ലാ പൂക്കളും ഇതേപോലെ ജോയിൻറ്റ് ചെയ്ത് ഓരോ ബൊക്ക പോലെ ഓരോ ബഞ്ചുകളായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. നമ്മൾ ഈ സിക്സാക്കിൻ്റെ ഓരോ ലൈനിലും ഇത് വരുന്ന രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓരോ മടക്കിലുമാണ് വീഡിയോയിൽ കാണുന്ന പോലെ ഓരോ മടക്കിലും ഓരോ പൂവിൻ്റെ ഇത് വരുന്ന പോലെ വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നല്ല കട്ടിയുള്ളൊരു ത്രെഡ് വെച്ച് നമ്മൾ നല്ല ചുറ്റി കെട്ടി കൊടുക്കുകയാണ്.
അത് നല്ല സ്റ്റിക്കായിട്ട് നല്ലൊരു ഉറപ്പിലിരിക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ നിന്ന് നൂല് വീഴൊന്നുമില്ല, നല്ല ഉറപ്പായിട്ട് ഇരിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഫ്ലവറിൻ്റെ അവിടെ ഇവിടെ ആയിട്ട് നമ്മൾ A4 ഷീറ്റിൻ്റെ ഗ്രീൻ പേപ്പർ കൊണ്ട് ചെറിയ രീതിയിലൊരു ലീവ്സും കട്ട് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആവശ്യമില്ലാത്ത നൂലൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഫ്ലവേഴ്സൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ഇവിടേക്ക് നിൽക്കുന്നതൊക്കെ ഒന്ന് നല്ല രീതിയിൽ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ നമുക്ക് കുറച്ച് ഫ്ലവേഴ്സ് നമുക്ക് എവിടെയൊക്കെയാണ് ഗ്യാപ്പ് വരുന്നത് അവിടെയൊക്കെ നമ്മളൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പല സ്ഥലത്ത് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഈ ത്രെഡ് കെട്ടി നമുക്ക് കാണാണ്ടിരിക്കാൻ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഗോൾഡൻ്റെ റിബൺ വെച്ച് നമ്മൾ ഒന്ന് കെട്ടി കൊടുക്കുന്നുണ്ട്. അതുകടുത്ത് പിന്നെ സ്പിരിച്വൽ ബൊക്കെയാണ് റോസിന് വേണ്ടത്. അപ്പോൾ നമ്മൾ ഒരു ഹാർട്ട് ഷേപ്പിൽ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ ഫലങ്ങളൊക്കെ അങ്ങനെ എഴുതിയിട്ട് നമ്മൾ വചനങ്ങളൊക്കെ എഴുതിയിട്ട് അതും നമ്മൾ ഇതിൽ നമ്മൾ റിബൺ കെട്ടി കൊടുത്ത് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിരുന്നു. നമ്മുടെ ഫൈനൽ ലുക്ക് വരുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. പിന്നെ എനിക്കൊരു സ്പിരിച്വൽ ബൊക്കറ്റ് ആയിരുന്നു വേണ്ടത്. അപ്പോൾ അത് ഉണ്ടാക്കി കൊണ്ടുപോയിട്ട് എനിക്ക് ഫസ്റ്റ് പ്രൈസും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഒരു ബൊക്കെ നമുക്ക് ടീച്ചേഴ്സ് ഡേക്ക് ആയാലും കൂട്ടുകാരെ ഫ്രണ്ട്സിനായാലും നമുക്ക് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോ വരുന്നത് വരെ